ഹലോ വെൽക്കം ടു ജാസ് ടോക്സ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 2 hours ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ലഞ്ചിന് വേണ്ടി ഇറങ്ങുന്നത്. ഇന്ന് മത്തൻ കറിയാണ്. അപ്പൊ മത്തൻ എല്ലാം നുറുക്കിയതിന് ശേഷം കുക്കറിൽ വേവിക്കാൻ വെച്ചു. മത്തൻ വേവിക്കുമ്പോൾ കുറച്ച് സാമ്പാർ പൊടിയും അതുപോലെ തേങ്ങാരപ്പിൽ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പേരിക്കായിട്ട് വഴുതനങ്ങയാണ്. അപ്പൊ അതിൽ തേങ്ങയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് നന്നായി തിരുമ്മി വെക്കുക കുറച്ചു നേരം. പിന്നെ ഇന്നൊരു ചുട്ട ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പം അതിന് വേണ്ടിയിട്ട് 2 വറ്റൽമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. പിന്നെ ആ സെയിം ചീനച്ചട്ടിയിൽ തന്നെ ഉപ്പേരിയും കൂടി അങ്ങോട്ടാക്കി. പിന്നെ മത്തൻ കറിയിൽ തേങ്ങയും കൂടെ അരച്ചൊഴിച്ചതിന് ശേഷം കടുകും മുളകും ഒക്കെ വറുത്തു വിട്ടു. അങ്ങനെ കറികളെല്ലാം സെറ്റായതിനു ശേഷം പിന്നെ ചമ്മന്തിയും കൂടെ പൊടിച്ചെടുത്ത് പുളിയൊക്കെ ചേർത്തിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു സാധനം തന്നെ നമുക്ക് മതി ചോറ് കഴിക്കാനായിട്ട്. ഈ ചമ്മന്തിയും ചോറ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്കൂൾ സമയമൊക്കെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ ഒരു മുട്ട ഓംലേറ്റും കൂടെ ആക്കി. ഇന്ന് രാവിലത്തെ മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് മീൻകറി പ്രത്യേകം വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി പൊതിച്ചോറ് ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെ ഇലയൊക്കെ വാട്ടിയിട്ട് ചോറും അതിന്റെ കൂട്ടത്തിൽ എല്ലാ കറികളും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചേ. ഈ പൊതിഞ്ഞ് കെട്ടിയ ചോറ് കുറച്ച് സമയത്തിന് ശേഷം തുറന്നിട്ടുണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊരു പ്രത്യേക സ്മെല്ല്. ആ ഇലയുടെയും ഭക്ഷണത്തിന്റെ ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു സ്മെല്ല്. പിന്നെ നമുക്ക് കുറെ വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കി. അപ്പൊ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.